നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയുന്നത്. ജൂൺ മാസത്തിൽ പെൻഷൻ വാങ്ങുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണിവ. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുമോ, മസ്റ്ററിംഗ് എപ്പോൾ ആരംഭിക്കും, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്താണ് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം പറയട്ടെ. ഇവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിലവിലെ ലഭ്യമായ ഔദ്യോഗിക അറിയിപ്പുകളും പൊതുചർച്ചകളും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അന്തിമ തീരുമാനങ്ങൾ സർക്കാർ പ്രഖ്യാപനത്തിനനുസരിച്ചായിരിക്കും വരുന്നത്. അതിനാൽ വീഡിയോ മുഴുവനായും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ആദ്യത്തെ പ്രധാന വാർത്തയിലേക്ക് കടക്കാം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട് ചർച്ചകളാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയ തരംഗം പൊതുസമൂഹത്തിലും സജീവമായി നടക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വിവിധ ഭാഗങ്ങളിലായി ഉയരുന്നുണ്ട്. ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ തുക മതിയാകുന്നില്ലെന്നാണ് പല ഗുണഭോക്താക്കളും പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുമോ എന്ന ചർച്ച ശക്തമായിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗുണഭോക്താക്കൾ. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ജൂൺ മാസത്തിൽ തന്നെ വർധനവ് പ്രഖ്യാപിക്കുമോ എന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതുവരെ അന്തിമ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അതിനാൽ 3000 രൂപ ഉറപ്പായും ലഭിക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച് വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നാളെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷൻ വർധനവ് നടപ്പിലാക്കിയാൽ അതിന്റെ ഗുണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിതരായ സ്ത്രീകൾ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാവും. ഇപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പലർക്കും മരുന്ന് ചെലവ്, ഭക്ഷണ ചെലവ്, വൈദ്യുതി ബിൽ, മറ്റ് നിത്യജീവിത ചെലവുകൾ എന്നിവ നിറവേറ്റാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ പെൻഷൻ വർധനവിനുള്ള ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. ചിലർ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് വർധനവ് പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രാബല്യത്തിൽ വരുമോ എന്നത്. സാധാരണയായി ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്നാലും നടപ്പാക്കാൻ സംബന്ധിച്ച ഉത്തരവുകൾ പിന്നീട് ഇറങ്ങാറുണ്ട്. അതിനാൽ ഔദ്യോഗിക ഉത്തരവുകൾ വന്ന ശേഷമേ കൃത്യമായ തീയതികളും നടപടികളും വ്യക്തമാവുള്ളൂ. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെ ഇരിക്കുക എന്നതാണ്. ചിലയിടങ്ങളിൽ 3000 രൂപ അനുവദിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത അത്തരം വിവരങ്ങൾ വിശ്വസിക്കുന്നത് ഒഴിവാക്കുക. ഇനി രണ്ടാമത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് മസ്റ്ററിംഗ്. എല്ലാ വർഷവും മസ്റ്ററിംഗ് സംബന്ധിച്ച അറിയിപ്പുകൾ വരുമ്പോഴും പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. നിലവിൽ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനാൽ ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും പോയി മസ്റ്ററിംഗ് ചെയ്യേണ്ട സാഹചര്യമില്ല. മസ്റ്ററിംഗ് എന്നത് എന്താണെന്ന് പലർക്കും ഇപ്പോഴും വ്യക്തമായി അറിയില്ല. സർക്കാർ രേഖകളിൽ ജീവിച്ചിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കേണ്ടത്. അതിനാൽ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടിക്രമമാണ് മസ്റ്ററിംഗ്. ഇത് സാധാരണയായി ആധാർ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകളിലൂടെയാണ് നടക്കുന്നത്. വിരലടയാളവും അല്ലെങ്കിൽ മറ്റ് ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടക്കാറുണ്ട്. മഴക്കാലം കഴിഞ്ഞ ശേഷം ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും മസ്റ്ററിംഗ് ആരംഭിക്കാൻ സാധ്യതയുള്ളത്. നിലവിൽ അത് സംബന്ധിച്ച ഔദ്യോഗിക ഷെഡ്യൂൾ വന്നിട്ടില്ല. അതിനാൽ ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യണം, ഇല്ലെങ്കിൽ പെൻഷൻ നിർത്തും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. ഔദ്യോഗിക അറിയിപ്പുകൾ വരുന്നതുവരെ കാത്തിരിക്കുക. പല വയോജനങ്ങളും ഭിന്നശേഷിക്കാരും മസ്റ്ററിംഗ് സംബന്ധിച്ച് ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ സർക്കാർ സാധാരണയായി ആവശ്യമായ സമയം അനുവദിച്ച ശേഷമാണ് നടപടികൾ ആരംഭിക്കുന്നത്. മസ്റ്ററിംഗ് ആരംഭിക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ മുഖേന അറിയിപ്പുകൾ നൽകാറുണ്ട്. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത പക്ഷം പെൻഷൻ നിർത്തുമോ എന്നത്. നിർബന്ധിത മസ്റ്ററിംഗ് കാലയളവിൽ പരിശോധന പൂർത്തിയാക്കാത്തവരുടെ പെൻഷൻ താൽക്കാലികമായി തടയപ്പെടാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ നിലവിൽ അത്തരം സാഹചര്യം വരുന്നില്ല. അതിനാൽ ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടില്ല. ഔദ്യോഗിക അറിയിപ്പ് വന്ന ശേഷം മാത്രമേ നടപടികൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് വരാം.
വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ചില പ്രത്യേക ഗുണഭോക്താക്കളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. പഴയ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് അത് സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 30 അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും വീണ്ടും സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്നതാണ്. ഇതിനകം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്ക് വീണ്ടും അപേക്ഷിക്കുകയോ സർട്ടിഫിക്കറ്റ് നൽകുകയോ വേണ്ടതില്ല. പക്ഷേ ഇതുവരെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ നിർബന്ധമായും സമയപരിധിക്കുള്ളിൽ, അതായത് ജൂൺ 30 അത് നൽകണം. ഇല്ലാത്ത പക്ഷം പെൻഷൻ മുടങ്ങാൻ വളരെയധികം സാധ്യതയുണ്ട്. പഞ്ചായത്ത് ഓഫീസുകളിലോ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന ഓഫീസുകളിലോ ആണ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. ആവശ്യമായ രേഖകളിൽ ആധാറിന്റെ പകർപ്പും ഉൾപ്പെടുത്തണം. പലരും അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാതെ കഴിയുന്നത്ര വേഗം രേഖകൾ സമർപ്പിക്കേണ്ടത് നല്ലതാണ്. അവസാന ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ വളരെയധികം സാധ്യതയുള്ളതിനാൽ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടവർ അത് വൈകിപ്പിച്ചാൽ പിന്നീട് വിവിധ നടപടിക്രമങ്ങളിൽ അത് ബുദ്ധിമുട്ടായി മാറും. അതിനാൽ സമയപരിധി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് പരിശോധിച്ചാൽ ജൂൺ മാസം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട മാസമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ, രണ്ടാമതായി മസ്റ്ററിംഗ് സംബന്ധിച്ച യഥാർത്ഥ തീയതി, അതുപോലെ തന്നെ മൂന്നാമതായി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി. ഈ 3 കാര്യങ്ങളും ഓരോ ഗുണഭോക്താക്കളും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അവസാനമായി വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം. സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങൾ മാത്രം വിശ്വസിക്കരുത്. മസ്റ്ററിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. ഔദ്യോഗിക അറിയിപ്പുകൾ വന്നാൽ മാത്രം നടപടികൾ സ്വീകരിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവർ അവസാന തീയതിക്ക് മുൻപ് രേഖകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.